ഒടുവിൽ അമേരിക്ക ഇറാന്റെ കാലിൽ ഒരൊറ്റ പിടുത്തങ്ങ് പിടിച്ചു. ഇനി യുദ്ധം ചെയ്യരുത്, അതല്ലെങ്കിൽ ഇനി ഇസ്രായേലിലോട്ട് ആക്രമിക്കരുത്. ഇനി ആക്രമിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ അടപ്പ് തീരും. അപ്പം നിങ്ങളെന്താ, ഞാനെന്താ ഇങ്ങനെ പറയുന്നതില്ലേ? ഞാനിങ്ങനെ പറയുള്ളൂ, കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇറാന്റെ ഇന്നത്തെ ആക്രമണം, അതായത് കഴിഞ്ഞ 38 ദിവസത്തെ ആ ഒരു യുദ്ധം നമുക്കറിയൊക്കെ രീതിയിലായിരുന്നു അല്ലേ? അതിനേക്കാൾ പ്രഹരശേഷിയോടുകൂടി, അല്ലെങ്കിൽ ഇത്രയും സമയം കിട്ടിയിട്ട് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് തകിടം മറിച്ച് അങ്ങോട്ട് ഇത്രയും മിസൈലുകൾ, ഏകദേശം 30ഓളം മിസൈലുകളും അതിനേക്കാൾ കൂടുതൽ ഡ്രോണുകളുമാണ് ഇന്ന് ഇറാൻ ഇസ്രായേലിലോട്ട് വിട്ടിട്ടുള്ളത്. അതിൽ പകുതിയിലധികം അവിടെ വീണ് ചെയ്തിട്ടുണ്ട്. അത് വീണതിൻ്റെ വീഡിയോസ് നമ്മൾ രാവിലെ ഇട്ട വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പം തിരിച്ച് ഈ ഇറാനിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇസ്രായേലിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ബേസുകളും അമേരിക്കയുടെ എന്താ പറയുക എയർഷിപ്പുകളും ഒക്കെ അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നേരിട്ട് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല. കാരണം ഇപ്പോഴത്തെ അമേരിക്കയിലെ സാഹചര്യത്തിൽ, അതായത് അമേരിക്കയുടെ ഇന്റേണൽ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് യുദ്ധത്തിലോട്ട് ഇറങ്ങാനുള്ള സ്കോപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുമാത്രമല്ല, ഇറാന്റെ തിരിച്ചടി, ഇനി ഇറാൻ വീണ്ടും കയറി തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ചാമ്പലാകുന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ നെതന്യാഹുവിനുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് നെതന്യാഹു അമേരിക്ക ട്രംപിനെ വിളിച്ചിട്ട് ഇപ്പം യുദ്ധം നിർത്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മൊത്തത്തിൽ നാറ്റിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപ് നേരിട്ട് വന്നിട്ട് ഞാൻ 2 കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരാരും യുദ്ധം ചെയ്യില്ല എന്നുള്ളൊരു ട്വീറ്റ് ഇട്ടത്. ആ ട്വീറ്റ് നിങ്ങൾ കണ്ടിരുന്നോ? ആ ട്വീറ്റ് ഇങ്ങനെ ആയിരുന്നു: ഇസ്രായേൽ ആൻഡ് ഇറാൻ മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ഷൂട്ടിംഗ്. അത് പ്രസിഡന്റ്, അതാണ് ആദ്യത്തെ ട്വീറ്റ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം അടുത്തൊരു ട്വീറ്റ് വന്നു: ബോത്ത് സൈഡ്സ് ഇറാൻ ആൻഡ് ഇസ്രായേൽ ആർ ലുക്കിംഗ് ടു ഡു ആൻ ഇമ്മീഡിയറ്റ് സീസ് ഫയർ, ഫൈനലി നെഗോസിയേഷൻ ഓൺ പീസ് ആർ പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞു. അതായത് 2 സൈഡും, ഇറാനും വേണം ഇസ്രായേലിനും സീസ് ഫയർ വേണം എന്നുള്ളത് കൊണ്ട് അവർ അതിലോട്ട് ഏർപ്പെട്ടു. ഇനി എത്രയും പെട്ടെന്ന് അവരെ ഒരു നെഗോസിയേഷൻ ടേബിളിലോട്ട് കൊണ്ടുവരും, എന്നിട്ട് ഞാൻ അവരെ തമ്മിൽ ഡീലിലോട്ട് എത്തിക്കും. ഇതാണ് ട്രംപ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഇറാനെ കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇറാൻ്റെ ആക്രമണം ഇനി ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ കൊറംഷെയർ പോലത്തെ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള അയൺ ഡോം സിസ്റ്റത്തിലൊക്കെ ഭേദിച്ചിട്ട് അവിടെ പോയി വീണ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഇത്രയും ദിവസം സമയം കിട്ടിയിട്ട് പോലും ഇസ്രായേലിലെ അയൺ ഡോം സിസ്റ്റം വീണ്ടും റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്ത അയൺ ഡോം സിസ്റ്റത്തിന് ഇറാൻ്റെ ഇപ്രാവശ്യത്തെ മിസൈലുകളെ തടുക്കാനോ വേണ്ട രീതിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് അവിടുത്തെ പുറത്തു വരുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ഫേക്ക് ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ കണ്ട് നിങ്ങൾ വിചാരിക്കരുത് അതാണ്. പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, അവിടുത്തെ ചില ആളുകളുടെ എന്താ പറയുക വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. My government is irresponsible, so they did a thing again because they want to win the elections again. So there's been alarms again, and my kids are scared, and my dog is tired, and I'm tired. I'm no politician, and no. അതായത് അവിടുത്തെ ചില സിറ്റിസൺസ് ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചില്ല. ഇതായിരുന്നു ആ ഒരു ലേഡി. അത് ഇസ്രായേൽ ടെല്ലവീവ് എന്നുള്ളൊരു ഇതാണ്. ഇത് APT ന്യൂസ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടത്. അവർ പറഞ്ഞിട്ടുള്ളത്, ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടില്ല, ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു യുദ്ധമാണ്. ഈ ഗവൺമെൻറ് വീണ്ടും അവർക്ക് അധികാരത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് യുദ്ധം മുമ്പിൽ വെച്ചിട്ട് പാവപ്പെട്ട ഞങ്ങളെ ഇവിടെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, പട്ടാള ജനറലുമല്ല. പക്ഷേ ഒരു കാര്യം തന്നെ വീണ്ടും ചെയ്യുകയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ക്രൂരമായിട്ട് ശക്തി വീണ്ടും ഉപയോഗിക്കുക, എന്നിട്ട് അതിൻ്റെ ഫലം കാണുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാണ് ഈ ഒരു ലേഡി ഇന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസ് ആട്ടോ. ഇന്നത്തെ അവിടുത്തെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് പുറത്തോട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ്. ഇത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് സ്വന്തം ജനങ്ങളെക്കുറിച്ച് ഒരു കരുതലും ഇല്ലാത്തത് കൊണ്ടാണ് അവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ലേഡി പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ കൃത്യമാണ്. അതായത് ഇസ്രായേലികൾക്കും, സത്യം പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾക്കും, ഇസ്രായേലിലെ സംഖ്യകളങ്ങ് മാറ്റി അവന്മാരുടെ വിചാരം ഇപ്പം ഇതുവരെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വല്ല ബങ്കറിലൊക്കെ കയറി വിളിച്ച് രക്ഷപ്പെട്ട് ജീവിക്കുന്ന സംഖ്യകൾ മാത്രമാണ്. വേണ്ട രീതിയിൽ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇന്ന് അവിടെ വീണിട്ടുള്ള കുറേ മിസൈലുകൾ വീണല്ലോ, നമ്മൾ കണ്ടല്ലോ. അത് നമ്മളെ രാജ്യത്തെ മലയാളി സംഖ്യകൾ നിൽക്കുന്ന ബിൽഡിങ്ങിലാണ് വീണെങ്കിലോ ചത്തു മലയ്ക്കൂലേ? ചോദിക്കാൻ കൂടെ ആരും ഉണ്ടാവില്ല. അതായത് ഇവിടുന്ന് വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ റെസ്പോണ്ട് ചെയ്യാൻ പോലും ആരില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലോ എവിടോ കിടന്ന് ചത്ത് ജീർണിച്ച് പോയി അത്രേ നടക്കുകയുള്ളൂ. അപ്പം അതാണ്. അപ്പം ഇസ്രായേലിലെ സംഖ്യകളല്ലാത്ത ഇസ്രായേലിലെ യഥാർത്ഥ ജനത കുറച്ച് പേരുണ്ട്. അവിടുത്തെ തീവ്ര സംഖ്യകളുണ്ട് കേട്ടോ. അതായത് തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ വേറെ, അവരും നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ചന്തി ചെയ്യണ സംഖ്യകളും അല്ലാണ്ട് ബാക്കിയുള്ള അവിടുത്തെ സാധാരണ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെയും നല്ലവരുണ്ട്. യൂതന്മാർ മൊത്തത്തിൽ മോശമെന്നല്ല പറഞ്ഞത്. അവിടെയും ഒരു 30% ആളുകൾ യുദ്ധത്തിനെതിരെ നിൽക്കുന്നവരാണ്. അതേ സ്ഥാനത്ത് ഇന്ന് അമേരിക്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഏകദേശം 80%, ആദ്യം അത് 50 ആയിരുന്നു, പിന്നെ 60 ആയി, 70 ഇന്നിപ്പോൾ 80% മേലെ ആളുകൾ യുദ്ധത്തിനെതിരെ നിൽക്കുന്നവരാണ്. അമേരിക്കൻ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും യുദ്ധത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ. അതിൻ്റെ എഫക്റ്റാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യുദ്ധം ചെയ്യണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരാനുള്ള കാരണം.
അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. കുറേ പേര് ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് മെസ്സേജും അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ഇട്ടത് കണ്ടു. ഇപ്രാവശ്യം ഇറാനല്ലേ പ്രകോപിപ്പിച്ചതെന്ന്. കഴിഞ്ഞ 2 മാസമായിട്ട് അല്ലെങ്കിൽ ഏകദേശം 10, 50, 60ഓളം ദിവസം സീസ് ഫയർ എന്നും പറഞ്ഞ സമയത്ത് ഈ 50 ദിവസം ഈ പറഞ്ഞ ഇസ്രായേലി ലെബനോനിലോട്ട് അടിച്ച് 3500 ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ടാ. ഹിസ്ബുള്ളനല്ല, 3500ഓളം സിവിലിയൻസിനെ അവിടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇന്നലെ കൂടെ ഇറാൻ പറഞ്ഞു ഇനി ഒരു ആക്രമണം ലെബനോനിലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ ഇസ്രായേൽ വീണ്ടും ആക്രമിച്ച് വീണ്ടും കൊന്ന് 100 പേരെ അവിടെ. പിന്നെന്താ ഇറാൻ നോക്കി നിൽക്കും? ഇറാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെങ്ങനെ ചെയ്യും? ഇറാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കും? ഇറാൻ നോക്കിയിരിക്കില്ല. ഇറാൻ അടിക്കുന്ന അടിയോടെ അടി അടിക്കും. ഇനി ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ ഇറാനിലോട്ട് ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ അതിനേക്കാൾ വലിയ അടി അടിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവില്ല, ഇപ്പം ഇറാൻ താൽക്കാലികമായിട്ട് സീസ് ഫയർ ഒക്കെ ഞങ്ങൾ ഇനി അടിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇറാൻ്റെ പ്രസിഡന്റ് എന്താ പറഞ്ഞെന്നോ വ്യക്തമായിരുന്നു. ഇറാൻ്റെ പ്രസിഡന്റ് മാത്രമല്ല, IRGCലെ കുറേ പേര് വന്ന് പറഞ്ഞു അതേ അവസ്ഥ. അതായത് ഞങ്ങൾ യുദ്ധം നിർത്തിയിട്ടില്ല, ഞങ്ങൾക്ക് സമാധാനം വേണം, കറക്റ്റാണ്, ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് സംരക്ഷിച്ച് പോകണം. പക്ഷേ അതേ സ്ഥാനത്ത് ഇനി ലെബനിലോട്ട് വീണ്ടും കയറി അടിക്കുകയാണ് അല്ലെങ്കിൽ ഇറാനിലോട്ട് വീണ്ടും കയറി അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നും നോക്കില്ല, തിരിച്ച് ഇസ്രായേൽ നിന്ന് രാജ്യത്തിന് ഇല്ലാണ്ടാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിൽ എടുക്കാത്ത പല ടൈപ്പ് ഐറ്റംസും ഞങ്ങളുണ്ട്. നല്ല പെടക്കുന്ന സാധനങ്ങൾ വലുതും ചെറുതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളത് അടിക്കും എന്നാണ് ഇറാൻ്റെ എല്ലാ IRGCയുടെ വക്താക്കളും പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയ്ക്കും ഈ പറഞ്ഞ ഇസ്രായേലിലും കഴിഞ്ഞ ഏകദേശം ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളായിട്ട് തടുക്കാനോ ഒടുക്കാനോ പറ്റാത്ത ഇറാൻ്റെ പവർ എന്താണെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. സംഖ്യകളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, നല്ലതായിരിക്കും ഇറാൻ്റെ പവർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു സീസ് ഫയറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഡീലും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ട്രംപിൻ്റെ ഡീലാണ്, എവിടം വരെ എത്തുന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്താണെങ്കിലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധം പോട്ടെ. ഒറ്റ യുദ്ധം കാരണം ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 7 ലക്ഷം കോടിയുടെ ഡൗൺ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം 7 ലക്ഷം കോടിയുടെ ഡൗൺ ഇന്ന് ഒറ്റ ദിവസം കൊണ്ടാകും. 7 ലക്ഷമോ 70 ലക്ഷമോ അങ്ങനെ എന്തോ ഡൗൺ വന്നിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ച് കറക്റ്റ് നോക്കിയിട്ടില്ല. എല്ലാവർക്കും അടിയാണ്, നല്ലപോലെ അടിയാണ്, അടിയുമ്പോൾ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം സമാധാനപരമായി തീരട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും തന്നെ നമ്മൾ പ്രത്യാശിക്കുന്നത്. പക്ഷെ എന്തായാലും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കപ്പൽ ഇന്ന് ആക്രമിച്ചത് നിങ്ങൾ കണ്ടില്ല. 24 ക്രൂ മെമ്പേഴ്സ് ഉള്ള ഒരു ഇന്ത്യൻ കപ്പൽ. പക്ഷേ മറ്റൊരു രാജ്യത്തിലോട്ട് പോകുന്ന കപ്പലായിരുന്നു. അത് ആക്രമിച്ചത് ആരാന്നറിയോ? ഇറാനല്ല, ഇറാൻ എന്നും പറഞ്ഞിട്ട് ചാടണ്ട, അമേരിക്കയാണ് ആക്രമിച്ചത്. അതായത് അമേരിക്കയുടെ ആക്രമണം ഞങ്ങൾക്ക് നേരിട്ടേ എന്നും പറഞ്ഞിട്ടാണ് കപ്പലിൽ നിന്ന് ഇന്ന് മെസ്സേജ് വന്നിട്ടുള്ളത്, ഞങ്ങളെ രക്ഷിക്കണം എന്നും പറഞ്ഞിട്ട്. ആ മെസ്സേജ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഒന്ന് കേട്ട് നോക്കും. Motor tanker Marivax, this is motor tanker Marivax. We have fire on board and vessel is sinking. US Navy attacked the missile on our engine room. We have hold the bottom. We have fire on board. Please help. This is motor tanker Marivax. You can see our last position recorded in our AIS. That is our position. Please help. Please help. We have fire on board. Total all crew Indian. 24 crew. All crew Indian. Please help. കേട്ടില്ല നിങ്ങൾ? അതായത് ഞങ്ങളുടെ അമേരിക്കൻ ഫോഴ്സാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ എഞ്ചിൻ റൂം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഞങ്ങളെ രക്ഷിക്കണം. ഏതാണെങ്കിലും അവരെ എയർലിഫ്റ്റ് ചെയ്ത് 24 ജീവനക്കാരെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ കപ്പൽ അവിടെ മുങ്ങിപ്പോയിട്ടുണ്ടാവും. കാരണം ആ രീതിയിലുള്ള ആക്രമണം, എഞ്ചിൻ റൂം കംപ്ലീറ്റ് തകർന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാത്രമല്ല, ഇന്ന് എന്തുകൊണ്ടാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും പേടിച്ചത്? ഈ എന്താ പറയുക, റെഡ് സീ ഇന്ന് എന്ത് ചെയ്തു? ഹൂത്തികൾ അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ബാബൽ മന്ദിലൂടെയുള്ള യാത്രകളൊന്നും വേണ്ട, ഹോർമോസിലൂടെ യാത്ര വേണ്ട, കംപ്ലീറ്റ്ലി അങ്ങ് സ്തംഭിക്കും. അറബ് രാജ്യങ്ങൾ മൊത്തം മുഞ്ചി തെറ്റോടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഈവൻ ഇവിടുന്ന് കയറ്റുമതി സാധനങ്ങൾ ഇസ്രായേലിലോട്ട് പോലും പോകില്ല. ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലും ഇസ്രായേലിലും അമേരിക്കയിലും ഒക്കെ പണി കിട്ടും. മൊത്തത്തിൽ ഞങ്ങൾ വലയും എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് സീസ് ഫയറിലോട്ട് ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാൻ്റെ കാല് പിടിച്ചതെന്ന്. അതുകൊണ്ടാണ് ഇറാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തത്. രണ്ടുപേരും കൂടെ ഒന്ന് കാല് പിടിക്കല്ലേ, എത്ര ചെറ്റകളാണെങ്കിലും വേണ്ടിയില്ല, എത്ര തന്തയില്ലാത്തവരും കാണിച്ചാലും വേണ്ടിയില്ല, കാല് പിടിക്കലേ ഇറാൻ അത് സമ്മതിച്ചത്. അതുകൊണ്ടാണ് ഈ 2 സ്ഥലങ്ങളെ, ഈ 2 കടലെടുക്കാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. എളുപ്പമല്ല മുന്നോട്ട് പോകാൻ. ഏത് രീതിയിലാണ് രാജ്യം തകരുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്നിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ. ഇനി കൂടുതൽ എന്താ പറയുക അപ്ഡേറ്റുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം. ഏതായാലും തൽക്കാലം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വീണ്ടും ഇസ്രായേൽ ലെബനിലോട്ട് ആക്രമിക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ച് ഇറാൻ അടിക്കും എന്നുള്ള റിപ്പോർട്ടും കൂടെ തിരിച്ച് വരുന്നുണ്ട്. ഇന്ന് രാത്രി ഇനി ഏതൊക്കെ രീതിയിലാണ് യുദ്ധം പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ.